നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. കേവലം ഒരു IT ഔട്ട്സോഴ്സിംഗ് കേന്ദ്രം എന്ന നിലയിൽ നിന്നും ആഗോള AI രംഗത്തെ മുൻനിര ശക്തിയായി മാറാനൊരുങ്ങുകയാണ് ഇന്ത്യ. ഡൽഹിയിൽ നടത്തിയ ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റ് ഈ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. സർവജന ഹിതായ സർവജന സുഖായ, അതായത് എല്ലാവരുടെയും ക്ഷേമവും എല്ലാവരുടെയും സന്തോഷവും എന്നതാണ് ഈ ഉച്ചകോടിയുടെ ആപ്തവാക്യം. സാങ്കേതികവിദ്യ മനുഷ്യനെ മാറ്റി സ്ഥാപിക്കാനല്ല, മറിച്ച് മനുഷ്യന്റെ കഴിവുകളെ വർദ്ധിപ്പിക്കാനായിരിക്കണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നു. ആഗോളതലത്തിൽ AI വികസനത്തിൽ അമേരിക്കയോടും ചൈനയോടും മത്സരിക്കാൻ ഇന്ത്യ സജ്ജമായി കഴിഞ്ഞു എന്നാണ് മോദി പറഞ്ഞത്. 2047ഓടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ AI നിർണായക പങ്ക് വഹിക്കും. ഇതിനോടകം തന്നെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ AI മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. ആരോഗ്യരംഗം എടുത്താൽ ക്ഷയരോഗം, ഡയബറ്റിക് റെറ്റിനോപ്പതി തുടങ്ങിയ രോഗങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ AI അധിഷ്ഠിത സംവിധാനങ്ങൾ ഇന്ന് ഗ്രാമീണ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും ലഭ്യമാണ്. കൃഷി വിഭാഗത്തിലേക്ക് കടന്നാൽ ഭാരത് വിസ്തീർ പദ്ധതിയിലൂടെ കർഷകർക്ക് മണ്ണിന്റെ ഗുണനിലവാരം, കാലാവസ്ഥ, വിള പരിപാലനം എന്നിവയിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ AI വഴി ലഭിക്കുന്നു. അമൂൽ വഴി ലക്ഷക്കണക്കിന് വനിതാ ക്ഷീര കർഷകർക്ക് കന്നുകാലികളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രാദേശിക ഭാഷയിലും ലഭ്യമാക്കുന്നുണ്ട്. ഇനിയും വിദ്യാഭ്യാസത്തിലേക്ക് കടന്നാൽ ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് അവരുടെ മാതൃഭാഷയിൽ പഠന സഹായം നൽകാൻ AI പ്ലാറ്റ്ഫോമുകൾ സഹായിക്കുന്നുണ്ട്. ഇനിയും പൈതൃക കാര്യത്തിലേക്ക് വന്നാൽ പുരാതനമായ കയ്യെഴുത്തു പ്രതികൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിനും അവയിലെ അറിവ് വീണ്ടെടുക്കാനും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. AIയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ അതിന്റെ ദുരുപയോഗത്തെക്കുറിച്ചും ഇന്ത്യ ബോധവാനാണ്. ഡീപ് ഫേക്കുകൾ, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ തടയാൻ കർശനമായ നിയമങ്ങൾ രാജ്യം നടപ്പിലാക്കുന്നുണ്ട്. 2025 ജനുവരിയിൽ സ്ഥാപിതമായ ഇന്ത്യ AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ ഭാഗമാണ്. AI നിർമ്മിക്കുന്ന ഉള്ളടക്കങ്ങളിൽ വാട്ടർ മാർക്കിംഗ് നിർബന്ധമാക്കുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. AI വരുന്നതോടെ ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്ക യുവാക്കൾക്കിടയിലുണ്ട്. എന്നാൽ സാങ്കേതിക വിദ്യ തൊഴിലുകളെ ഇല്ലാതാക്കുകയല്ല, മറിച്ച് അവയുടെ സ്വഭാവം മാറ്റുകയാണ് ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. സ്റ്റാൻഫോർഡ് ഗ്ലോബൽ AI വൈബ്രൻസി ഇൻഡെക്സ് 2025 പ്രകാരം ഇന്ത്യ 3ാം സ്ഥാനത്താണ്. യുവാക്കൾക്ക് AI രംഗത്ത് ആവശ്യമായ പരിശീലനം നൽകാൻ സർക്കാർ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആധാർ, UPI എന്നിവയിലൂടെ ലോകത്തിന് മാതൃകയായ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യക്കുണ്ട്. അതിലേക്ക് AI കൂടി ലയിപ്പിക്കുന്നതോടെ സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും സാധാരണക്കാരിലേക്ക് എത്തും. 2030ഓടെ ഇന്ത്യയിലെ IT മേഖല $400 ബില്യൺ വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. IIT കാൺപൂരിലെ ശാസ്ത്രജ്ഞർ AI ഉപയോഗിച്ച് വായു മലിനീകരണം നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശിലും ബീഹാറിലുമായി ആയിരക്കണക്കിന് സെന്ററുകൾ ഉപയോഗിച്ച് മലിനീകരണത്തിന്റെ ഉറവിടങ്ങൾ കണ്ടെത്താൻ AI സഹായിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ 3 AI സൂപ്പർ പവറുകളിൽ ഒന്നായി ഇന്ത്യയെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. സാങ്കേതിക വിദ്യ കേവലം ഉപയോഗിക്കുക മാത്രമല്ല, അത് സ്വന്തമായി വികസിപ്പിക്കുകയും ലോകത്തിന് മാതൃകയാവുകയും ചെയ്യുന്ന ഒരു ആത്മനിർഭർ ഇന്ത്യയിലേക്കാണ് നാം നീങ്ങുന്നത്. അതേസമയം AI ഉച്ചകോടിയിൽ മോദി എന്താണ് പറഞ്ഞതെന്ന് നോക്കിയാൽ, മനുഷ്യർ വെറും ഒരു ഡാറ്റ പോയിന്റായി മാറുകയോ AI അസംസ്കൃത വസ്തുവായി തുടരുകയോ ചെയ്യരുത് എന്ന രീതിയിൽ AI വികസിപ്പിച്ചെടുക്കണമെന്നാണ് ലോക നേതാക്കളോടും ടെക് എക്സിക്യൂട്ടീവുകളോടും മോദി ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ AIയെ ജനാധിപത്യവൽക്കരിക്കണം എന്നും മോദി പറഞ്ഞു. AI ഭരണത്തിനായുള്ള ഇന്ത്യയുടെ മാനവ് ചട്ടക്കൂട് മോദി അനാച്ഛാദനം ചെയ്തു. ഈ ചുരുക്കെഴുത്ത് സൂചിപ്പിക്കുന്നത് ധാർമ്മികവും സംയുക്തവുമായ സംവിധാനങ്ങൾ, ഉത്തരവാദിത്തമുള്ള ഭരണവും ശക്തമായ മേൽനോട്ടവും ദേശീയ പരമാധികാരം പ്രാപ്യവും ഉൾക്കൊള്ളുന്നതും സാധുതയുള്ളതും നിയമാനുസൃതവും ആണെന്നാണ്. സമ്പന്ന രാജ്യങ്ങളിൽ അധിഷ്ഠിതമായ സമ്പന്ന കമ്പനികൾ വികസിപ്പിച്ചെടുത്തതും ആധിപത്യം പുലർത്തുന്നതുമായ സാങ്കേതിക വിദ്യയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ആഗോള ദക്ഷിണേന്ത്യയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ആദ്യത്തെ ഉച്ചകോടിയാണെന്ന് സംഘാടകരും അഭിപ്രായപ്പെട്ടു. മുമ്പ് ഫ്രാൻസ്, UK, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്ന് ഉച്ചകോടി AIയുടെ സുരക്ഷിതമായ ഉപയോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു മീറ്റിംഗ് എന്ന നിലയിൽ അതിന്റെ എളിമയുള്ള തുടക്കത്തിൽ നിന്ന് സുരക്ഷ ഒരു വശം മാത്രമുള്ള ഒരു സർവോദേശീയ ജാംബറി വ്യാപാരമേളയായി പരിഗണിച്ചു. വലിയ തോതിലുള്ള പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇന്ത്യക്ക് പരിചയമുണ്ട്. ചെലവ് കുറയ്ക്കുമ്പോൾ തന്നെ AIയെ വലിയ തോതിൽ വിന്യസിക്കുന്നതിനുള്ള ഒരു മാതൃക ഈ അനുഭവം വാഗ്ദാനം ചെയ്യുന്നുവെന്നും ഉച്ചകോടിയിൽ പറഞ്ഞു. ഇനി AI ഉച്ചകോടിയിൽ ആരെ
ആരൊക്കെ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, സ്പെയിൻ പ്രധാനമന്ത്രി പേദ്രോ സാഞ്ചസ്, ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലൂല ഡി സിൽവ എന്നിവരാണ് പങ്കെടുത്തത്. ഓപ്പൺ എയുടെ സാം ആൾട്ട്മാൻ, ഗൂഗിളിന്റെ സുന്ദർ പിച്ചൈ തുടങ്ങിയ ഉന്നത ടെക്നിക്കൽ എക്സിക്യൂട്ടീവുകളും പങ്കെടുത്തു. ബിൽഗേറ്റ്സ് AI ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് റദ്ദാക്കി. മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽഗേറ്റ്സ് തന്റെ മുഖ്യ പ്രഭാഷണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഉച്ചകോടിയിൽ നിന്ന് പിന്മാറിയത്. AI ഉച്ചകോടിയുടെ പ്രധാന മുൻഗണനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉറപ്പാക്കാൻ ഗേറ്റ്സ് പിന്മാറിയതായി അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷനാണ് പ്രസ്താവനയിലൂടെ അറിയിച്ചത്. അന്തരിച്ച ധനകാര്യ വിദഗ്ധനും ശിക്ഷിക്കപ്പെട്ട ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പുതിയ വിമർശനം നേരിടുന്ന സാഹചര്യത്തിലാണ് ഗേറ്റ്സിന്റെ പിന്മാറ്റം. NVIDIAയുടെ CEO ജെൻസൺ ഹുവാങ്ങും തന്റെ വരവ് റദ്ദാക്കി. കൃത്രിമ ബുദ്ധിക്ക് നിർണായകമായ ചിപ്പുകളിൽ ലോക നേതാവാണ് കമ്പനി. പലതരം വിവാദങ്ങൾ നിറഞ്ഞ സമ്മേളനത്തിന് ഈ റദ്ദാക്കലുകൾ തിരിച്ചടിയായി. ഉദാഹരണത്തിന് ഇന്ത്യൻ സർവകലാശാലയെ ഗാൽഗോട്ടിയോസിനോട് ഒരു സ്റ്റാഫ് അംഗം ചൈനയിൽ നിർമ്മിച്ച വാണിജ്യപരമായി ലഭ്യമായ റോബോട്ടിക് നായയെ സ്വന്തം സൃഷ്ടിയായി അവതരിപ്പിച്ചതിനെ തുടർന്ന് അതിന്റെ സ്റ്റാൾ ഒഴിയാൻ ആവശ്യപ്പെട്ടു. ഇത് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായി. ഇന്ത്യയുമായി ഒരു ഡിജിറ്റൽ ഭാവി രൂപപ്പെടുത്താൻ താൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്ന് മാക്രോ പറഞ്ഞു. മോദിക്ക് മുമ്പ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ ആണ് സംസാരിച്ചത്. ഇന്ത്യ പോലുള്ള ഞങ്ങളുടെ സഖ്യകക്ഷികളുമായി കളിയുടെ നിയമങ്ങൾ രൂപപ്പെടുത്തുന്നത് തുടരാൻ ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ് മാക്രോ പറഞ്ഞത്. യൂറോപ്പ് നിയന്ത്രണത്തിൽ അന്ധമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. യൂറോപ്പ് നവീകരണത്തിനും നിക്ഷേപത്തിനുള്ള ഒരു ഇടമാണ്, പക്ഷേ അതൊരു സുരക്ഷിത ഇടമാണ്, അദ്ദേഹം പറഞ്ഞു. സൈറ്റിന്റെ AI ചാറ്റ്ബോട്ട് ഗ്രോക്ക് സൃഷ്ടിക്കുന്ന ലൈംഗികവൽക്കരിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം യൂറോപ്യൻ യൂണിയന്റെ ഡാറ്റ സ്വകാര്യതാ നിരീക്ഷണ ഏജൻസി എലോൺ മസ്കിന്റെ എക്സിനെതിരെ അന്വേഷണവും ആരംഭിച്ചു. AI ഡിജിറ്റൽ ദുരുപയോഗം എന്നിവയ്ക്കെതിരായ കുട്ടികളുടെ സംരക്ഷണവും A7 മുൻഗണനകളിൽ ഒന്നായിരിക്കും. യഥാർത്ഥ ലോകത്ത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ കുട്ടികളെ ഓൺലൈനിൽ തുറന്നു കാട്ടരുതെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം സോഷ്യൽ മീഡിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. നിരവധി പാശ്ചാത്യ രാജ്യങ്ങൾക്കൊപ്പം ഫ്രാൻസും കുട്ടികളെ ഡിജിറ്റൽ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. കുട്ടികൾക്കുള്ള നിയന്ത്രണങ്ങളും രാജ്യം പരിഗണിക്കുന്നുണ്ടെന്ന് മോദി സർക്കാർ പറഞ്ഞു. ശരിയാണ്, വൈദ്യലോകത്തിലെ മുന്നേറ്റങ്ങൾ ത്വരിതപ്പെടുത്താനും പഠന അവസരങ്ങൾ വികസിപ്പിക്കാനും ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്താനും കാലാവസ്ഥാ നടപടികളും ദുരന്ത നിവാരണ തയ്യാറെടുപ്പുകളും ശക്തിപ്പെടുത്താനും സുപ്രധാന പൊതു സേവനങ്ങളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്താനും AIക്ക് കഴിയും. ഉച്ചകോടിയിൽ UN മേധാവി അന്റോണിയോ ഗുട്ടറസ് ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. എന്നാൽ അത് തെറ്റ് ചെയ്താൽ അത് ദോഷം വിതയ്ക്കുമെന്നും ഗുട്ടറസ് എടുത്തു പറഞ്ഞു. എന്തായാലും AI എന്ന സാങ്കേതിക വിദ്യയിൽ സൂപ്പർ പവർ ആകാൻ ഇന്ത്യ, അതായത് 2047 മോദിയുടെ വിഷൻ വഴി ലോകം ഇന്ത്യയുടെ കാൽക്കീഴിലേക്ക് വരുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.